മിഡിൽ ഈസ്റ്റിൽ 9 മാസത്തോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധാനന്തര ദൗത്യങ്ങൾ പൂർത്തിയാക്കി അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ മടങ്ങുന്നു. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണ പ്രവർത്തനങ്ങളിലും പ്രതിരോധ ദൗത്യങ്ങളിലും സജീവമായി പങ്കെടുത്ത ശേഷമാണ് ഈ യുദ്ധക്കപ്പൽ മേഖല വിടുന്നത്. മേഖലയിൽ പിരിമുറുക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് USS എബ്രഹാം ലിങ്കന്റെ ദൗത്യ കാലാവധി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ദീർഘിപ്പിച്ചത്. 9 മാസത്തെ കഠിനമായ സേവനത്തിന് ശേഷം കപ്പലിലെ ജീവനക്കാരായ 5000-ഓളം നാവികർക്കും മറീനുകൾക്കും സ്വന്തം നാട്ടിലേക്കും കുടുംബങ്ങളിലേക്കും തിരിച്ചെത്താനുള്ള വഴി തുറന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ US സൈനിക നീക്കങ്ങളിൽ നിർണായകവും പങ്കാളിത്തമുള്ളതുമായ ഒരു പങ്ക് തന്നെയാണ് എബ്രഹാം ലിങ്കൺ വഹിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളാണ് ഈ കപ്പലിൽ നിന്ന് ഏകോപിപ്പിച്ചത്. ആയിരക്കണക്കിന് പോർവിമാന സോർട്ടികളാണ് എബ്രഹാം ലിങ്കന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ടത്. സാങ്കേതികമായും വിന്യാസപരമായും അമേരിക്കൻ സൈന്യത്തിന് വലിയ വിജയങ്ങൾ അവകാശപ്പെടാമെങ്കിലും കപ്പലിനുള്ളിലെ ആന്തരിക അന്തരീക്ഷം ഒട്ടും സുഗമമായിരുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നീണ്ടതും സങ്കീർണവുമായ യുദ്ധദൗത്യങ്ങൾ കപ്പലിലെ ജീവനക്കാരുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക സുരക്ഷിതത്വത്തെയും കാര്യമായി ബാധിച്ചു. നിരന്തരമായ പോരാട്ടന്തരീക്ഷവും തുടർച്ചയായ ജോലിഭാരവും കാരണം നാവികരിൽ ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷവും വിഷാദവും അനുഭവിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കപ്പലിലെ ഭീകരമായ മാനസികാരോഗ്യ പ്രതിസന്ധികളെ കുറിച്ച് ജീവനക്കാരുടെ കുടുംബങ്ങൾ പരസ്യമായി രംഗത്ത് വരികയും അമേരിക്കൻ സൈനിക അധികൃതർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. മാനസിക പ്രയാസങ്ങൾക്ക് പുറമെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും നാവികരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. ദീർഘകാലം കടലിൽ കഴിയേണ്ടി വന്നതുകൊണ്ട് തന്നെ കപ്പലിലെ ശുചിത്വ സംവിധാനങ്ങളും മലിനജല സംസ്കരണ സംവിധാനങ്ങളും തകരാറിലാവുകയും കടുത്ത ശുചിത്വ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങളിൽ ഭക്ഷണ വിതരണം നിയന്ത്രിക്കേണ്ടി വന്നതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ആവശ്യത്തിന് പോഷകാഹാരവും ഭക്ഷണ സാധനങ്ങളും ലഭിക്കാതെ സൈനികർ വലഞ്ഞ സംഭവം അമേരിക്കൻ നാവികസേനയുടെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലെ വീഴ്ചകളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഈ വൻ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ചാണ് എബ്രഹാം ലിങ്കൺ ഇപ്പോൾ സ്വന്തം താവളമായ സാൻ ഡിയോഗോയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. എങ്കിലും മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സാന്നിധ്യവും ആധിപത്യവും കുറയ്ക്കാൻ അമേരിക്കൻ സൈന്യം ഇപ്പോഴും തയ്യാറല്ല. എബ്രഹാം ലിങ്കണിന്റെ പിന്മാറ്റം സൃഷ്ടിക്കുന്ന ഒഴിവ് നികത്താൻ പുതിയ യുദ്ധക്കപ്പലായ USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. മേഖലയിൽ കപ്പലുകളുടെ സാന്നിധ്യം നിലനിർത്തുന്നതിലൂടെ ഒരേ സമയം പ്രതിരോധവും ഭീഷണിയും ഉയർത്തുകയാണ് വാഷിംഗ്ടണിന്റെ ലക്ഷ്യം. ഇറാനുമായുള്ള ബന്ധം ഇപ്പോഴും പൂർണ്ണമായി ശാന്തമായിട്ടില്ലാത്തതിനാൽ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ സൈനിക വിന്യാസം കുറയ്ക്കാൻ സാധിക്കില്ല. വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും കൂടുതൽ കരുത്ത് പകരാൻ പുതിയ കപ്പലിന്റെ വരവിലൂടെ സാധിക്കുമെന്നാണ് വാഷിംഗ്ടൺ വിലയിരുത്തുന്നത്. മേഖലയിൽ അനുദിനം വളർന്നു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും അസ്ഥിരതയും കണക്കിലെടുത്താണ് അമേരിക്ക ഈ വേഗത്തിലുള്ള പകരക്കാരി അയക്കൽ നയം സ്വീകരിച്ചത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയും പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും US കേന്ദ്രങ്ങൾക്ക് ഭീഷണിയായി തുടരുന്നുണ്ട്. USS എബ്രഹാം ലിങ്കണിന്റെ മടക്കം ഒരേ സമയം അമേരിക്കയുടെ സൈനിക നേട്ടങ്ങളെയും ജീവനക്കാരുടെ ആന്തരിക പ്രതിസന്ധികളെയും ഒരുപോലെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന നേരിടുന്ന മാനസിക വിഭവ സമാഹരണ വെല്ലുവിളികളുടെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ദൗത്യം. സുദീർഘവും ദുഷ്കരവുമായ സേവനത്തിന് ശേഷം മാതൃരാജ്യത്തിലേക്ക് തിരിച്ചെത്തുന്ന 5000-ഓളം വരുന്ന നാവികർക്ക് കടുത്ത മാനസികാരോഗ്യ ചികിത്സയും പുനരധിവാസ സൗകര്യങ്ങളും അമേരിക്കൻ സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. പലർക്കും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ മാസങ്ങളോളം സമയമെടുത്തേക്കാം. അതേസമയം USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലെ സമുദ്ര മേഖലകളിൽ തങ്ങളുടെ നിരീക്ഷണം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാറ്റം പ്രദേശത്തെ സൈനിക സന്തുലിതാവസ്ഥയിൽ എന്തുതരം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് ആഗോള മാധ്യമങ്ങൾ ഉറ്റുനോക്കുകയാണ്. US സൈനിക വിന്യാസത്തിന്റെ ഇത്തരം ദീർഘിപ്പിക്കലുകൾ ആഗോളതലത്തിൽ തങ്ങളുടെ സൈനികരിൽ ഉണ്ടാക്കുന്ന ആഘാതം വാഷിംഗ്ടൺ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എങ്കിലും തന്ത്രപ്രധാനമായ മിഡിൽ ഈസ്റ്റിലെ സ്വാധീനം നിലനിർത്താൻ അമേരിക്ക ഇപ്പോഴും ഇത്തരം വലിയ നാവിക ദൗത്യങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. എണ്ണ വിതരണ പാതകളുടെ സുരക്ഷയും തങ്ങളുടെ സഖ്യരാജ്യങ്ങളുടെ സംരക്ഷണവും മുൻനിർത്തി അമേരിക്ക മേഖലയിൽ ശക്തമായ സാന്നിധ്യം തുടരാൻ തന്നെയാണ് സാധ്യത. ജോർജ് വാഷിംഗ്ടണിന്റെ കടന്നുവരവ് അതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്.
പഴയ കപ്പൽ കടുത്ത പ്രതിസന്ധികൾ നേരിട്ട് മടങ്ങുമ്പോൾ പുതിയ കപ്പലിനും അതിലെ ജീവനക്കാർക്കും സമാനമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധ പശ്ചാത്തലങ്ങൾ സങ്കീർണമായി തുടരുമ്പോൾ കപ്പലുകളിലെ സേവന കാലാവധി നിശ്ചയിക്കുന്നതിൽ പുനരാലോചനകൾ ആവശ്യമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് കടലിടുക്കുകളിൽ വൻ ശക്തികൾ തമ്മിലുള്ള സമുദ്ര മേധാവിത്വ പോരാട്ടത്തിന് അന്ത്യമായിട്ടില്ല എന്ന് USS ജോർജ് വാഷിംഗ്ടണിന്റെ സാന്നിധ്യം വീണ്ടും തെളിയിക്കുന്നു. കേവലം ഒരു യുദ്ധക്കപ്പലിന്റെ മാറ്റം എന്നതിൽ ഉപരിയായി ഇത് മേഖലയിലെ തുടർച്ചയായി അമേരിക്കൻ ഇടപെടലിന്റെ പ്രതീകമാണ്. മടങ്ങുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം ഒരു വലിയ ആശ്വാസമാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കം ഒട്ടും അയഞ്ഞിട്ടില്ല. പുതിയ കപ്പലും സമാനമായ വലിയ പരീക്ഷണങ്ങളെയായിരിക്കും വരും ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത്.